ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സൈലം ബാങ്കിന്റെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം സ്പീഡ് മാത്സ് അല്ലേ, ബാങ്കിങ് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയാണ് സ്പീഡ് മാത്സ് എന്ന്. സ്പീഡ് മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്പർ സീരീസ്. നമ്പർ സീരീസിലെ ഏറ്റവും ടഫായ ഏരിയയാണ് റോങ് നമ്പർ സീരീസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റോങ് നമ്പർ സീരീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ പേര് നിഖിൽ എന്നാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് റോങ് നമ്പർ സീരീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു ടോപ്പിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷൻ പോലെ നമുക്ക് നോക്കിയെടുക്കാം. പ്രീവിയസ്ലി ചോദിച്ച എക്സാംസിൽ കുറച്ച് റോങ് നമ്പർ സീരീസ് ആണ്. നമുക്ക് ഡയറക്ട്ലി എന്തിലേക്ക് കിടക്കാം, ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയും 1, 2, 6, 21, 88, 445, 2675 ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് സിംഗിൾ ഡിജിറ്റ് നമ്പർ 2 ഡിജിറ്റ് ആവുന്നു, 2 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റ് ആവുന്നു, അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കം 4 ഡിജിറ്റ്. അപ്പോൾ എന്താണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് മാസിലെ പ്ലസ്സോ മൈനസോ മൾട്ടിപ്ലിക്കേഷൻ ഒരുമിച്ച് വരുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, പെട്ടെന്ന് ചെയ്ത് നോക്കിക്കുക. മാക്സിമം ഒരു 12 to 15 സെക്കൻഡ്സിനകത്ത് ആൻസർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 to 12 അല്ലെങ്കിൽ 12 സെക്കൻഡിനകത്ത് ആൻസർ കിട്ടാൻ നോക്കണം. 1, 2 ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ നിന്ന് ബിഗ്ഗസ്റ്റ് നമ്പർ സ്മോളസ്റ്റ് നമ്പറിലേക്ക് നോക്കി ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് റോങ് നമ്പർ സീരീസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ എന്താ പറയുന്നത്. 445 ഇൻറ്റു സംതിങ് ആണ് 2675. 400 ആണെങ്കിൽ 400 ഇൻറ്റു 6 2400 വരും. 445 ഇൻറ്റു 6 എത്രയാണ്? 445 ഇൻറ്റു 6 നമുക്ക് നോക്കാം. ഇൻറ്റു 6 ആണ് അപ്പോൾ വരിക. ഇവിടെ ഇൻറ്റു 6 ആണ് വരുന്നത്. ഇൻറ്റു 6 88. 90 ആണെങ്കിൽ 90 ഇൻറ്റു 5. 88 റൗണ്ടാക്കി 90 എടുത്തു. 90 ഇൻറ്റു 5 450 ആണ്. അപ്പോൾ 88 ഇൻറ്റു 5 എത്ര വരും? 440 ആണ്. അപ്പോൾ ഇൻറ്റു 5 ഇവിടെ വരും. ഇൻറ്റു 5 നോക്കിക്കോ. ഓരോ നമ്പേഴ്സ് 21 ഇൻറ്റു 4 ആണ് വരിക. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 6 ഇൻറ്റു 3 18 പ്ലസ് 3 വരും. അപ്പോൾ ഇൻറ്റു 3 പ്ലസ് 3 21 ഇൻറ്റു 4 84 പ്ലസ് 4 ഉണ്ട്. സീരീസ് നമുക്ക് അറിയാതെ വന്ന് കണ്ടോ. 85 ഇൻറ്റു 5 440 പ്ലസ് 5 വന്നു. 2 ഇൻറ്റു 2 4 പ്ലസ് 2. അപ്പോൾ ഇൻറ്റു 1 പ്ലസ് 1 ആയിരിക്കും. ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് 4 ഇൻറ്റു 5 പ്ലസ് 5 അറ്റ് ലാസ്റ്റ് ഇൻറ്റു 6 പ്ലസ് 6 വരണം. 445 ഇൻറ്റു 6. 5 കൊണ്ട് 5 6 ആർ 30. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരണം? ലാസ്റ്റ് ഡിജിറ്റ് 6 വരണം. 6 ആണോ? അല്ല. സോ മൈ റോങ് നമ്പർ ഈസ് 2, 6 and 5. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. -55, 11, 65, 1, 10, 143, 165, 176. ഓക്കെ, ഇത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. സിംഗിൾ ഡിജിറ്റ് 2 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റ് ആയിരുന്നുള്ളൂ. അപ്പോൾ വലിയ മൾട്ടിപ്ലിക്കേഷനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഇനിഷ്യലി പോയി നോക്കേണ്ടത് ഡിഫറൻസ്, ഡബിൾ ഡിഫറൻസ് ആണ്. വിത്ത് റെസ്പെക്ട് ടു പ്രൈം നമ്പേഴ്സ് ഒക്കെ നോക്കാം. ഓക്കെ, -55, 11 എത്ര പോവും? ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 10 സെക്കൻഡ് ഞാൻ തരാം, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. -55 ഡിഫറൻസ് എടുത്ത് പോയി നോക്കാം. -55, 11 ഒരു 10 സെക്കൻഡിനകത്ത് ആൻസർ കിട്ടണം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റൻ ആയിരിക്കും. അധികം മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് ഒന്നും വരാത്തതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചാൻസ് വരുന്നത്. ഓക്കെ, 10-12 സെക്കൻഡിന് പുറത്ത് വരുന്ന ആൻസേഴ്സ് നമുക്ക് ബുദ്ധിമുട്ടായി പോകും. കാരണം അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആയി പോവാണ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. 54ഉം 11ഉം അല്ലേ എത്രയാ? -55, 55 പ്ലസ് 11 66 ആണ്. ഡിഫറൻസ് 66 ആണ്. 11ഉം 65ഉം 1 5 54. 54 ആണ് ഡിഫറൻസ് വരുന്നത്. 65ഉം 110 മുമ്പിലേക്ക് പോകുമ്പോൾ 60ഉം 65ഉം 130 20 ഇറക്കുമ്പോൾ 45 45 അല്ലേ? 45 ആണ്. 110, 143 43 10 പോയാൽ 33. ഡിഫറൻസ് 33 ആണ്. 143, 53, 63 22 ആണ് ഡിഫറൻസ്. 165 പ്ലസ് 75 10 പ്ലസ് 1 11 ആണ് ഡിഫറൻസ് അല്ലേ? ഓക്കെ, ഡിഫറൻസ് വന്നിട്ടുണ്ട്. 66, 54, 45. ഓക്കെ, നോക്കിക്കേ, ഇതെല്ലാം എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 11 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു? ഇവിടെ 55 വരണം, ഇവിടെ 44 വരണം. 55 വരുമ്പോൾ 11 പ്ലസ് 55 66 വരണം. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ അങ്ങനെ വന്നൊന്നുമല്ല. എന്താണ് ആൻസർ നോക്കിയാൽ മതി. 65 അല്ലേ? അപ്പോൾ നോക്കിക്കേ, ബാക്കിലോട്ട് നോക്കുമ്പോൾ ഈ രണ്ട് നമ്പേഴ്സും ഫോൾസ് ആണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്പർ ഒരു മുകളിലേക്ക് നോക്കുമ്പോൾ കണക്ട് ചെയ്യുന്ന നമ്പർ ഏതാ? കണക്ട് ചെയ്യുന്ന 66 അപ്പോൾ മൈ ആൻസർ ഈസ് 55ഉം 44 രണ്ട് റോങ് ആൻസേഴ്സ് ആണ്. രണ്ടും കണക്ട് ചെയ്യുന്ന 65ലേക്കാണ്. സോ മൈ റോങ് ആൻസർ ഈസ് 65. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? നമ്മൾ പഠിച്ചല്ലേ, രണ്ട് റോങ് ആൻസേഴ്സ് വന്നാൽ അതിന് മിഡിൽ ടേം ആയിരിക്കും റോങ് നമ്പർ സീരീസിൽ വരുന്ന നമ്പർ വരിക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
3 നോക്കിക്കേ, വീണ്ടും നോക്കി ക്വസ്റ്റ്യനിലേക്ക് കണ്ട നമുക്ക് ലോജിക്കലി കണക്ട് ആവണം. 3 14 ആയി, 14 43 ആയി, സിംഗിൾ ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും വരും മനസ്സിലാക്കുക. ഓക്കെ, 569 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസിൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണ്, ബിഗ്ഗർ നമ്പറിന് സ്മോളർ നമ്പറിലേക്ക് വരിക. 569 ഇവിടെ എന്തോ ലോജിക് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. 569 ഞാൻ 570 റൗണ്ട് ആക്കി എടുത്തു. 570 ഇൻറ്റു 5, 570 ഇൻറ്റു 5 285 2850. ഓക്കെ, ഇൻറ്റു 5 വരും. അപ്പോൾ ഇൻറ്റു 5 വരും. അപ്പോൾ നോക്കിക്കുക, അടുത്ത് തൊട്ട് താഴെ ഇൻറ്റു 4 വരും. നോക്കട്ടെ, 130 ഞാൻ 140 എടുത്തു. 14 28 28 ടു 56 ഇൻറ്റു 4 വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ട് 560 കിട്ടിയെന്നല്ല പറഞ്ഞത്, 140 ഇൻറ്റു 4 560 ആയതുകൊണ്ട് 138 ഇൻറ്റു 4ൻ്റെ അടുത്ത് വരും. അപ്പോൾ എന്തോ ആഡ് ചെയ്യാനുണ്ട്. 43 ഇൻറ്റു 3 132. അപ്പോൾ ഇൻറ്റു 2 വരണം, 28 ആണ്. അപ്പോൾ ഇൻറ്റു 1 വരും. ഓക്കെ, ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. 3 ഇൻറ്റു 1 3 ആണ്. 3 പ്ലസ് 14ലേക്ക് പ്ലസ് 11 കൊടുക്കണം. കളർ ഒന്ന് മാറ്റി പിടിക്കാം. പ്ലസ് 11 വരണം. പ്ലസ് 11 ഇൻറ്റു 1 പ്ലസ് 11 ഇൻറ്റു 2 14 ഇൻറ്റു 2 28 ആണ്. 38 പ്ലസ് എത്ര വരിക, 15 അല്ലേ വരിക, പ്ലസ് 15. 48 ഇൻറ്റു 3 43 86. സോറി 48 120 129 പ്ലസ് അപ്പോൾ എത്ര വരിക, 120 129 ആടാ 39. ബാക്കി 9 വന്നു അല്ലേ, ശരിയല്ലേ, 9 അല്ലേ. 12 ഇൻറ്റു 2 പ്ലസ് 15 ഇൻറ്റു 3 പ്ലസ് ഇൻറ്റു 3 43 ഇൻറ്റു ഓക്കെ 9 ആണ്. നെക്സ്റ്റ് എത്ര വരിക, 138 അല്ലേ. 138 ഇൻറ്റു 4 138 ഇൻറ്റു 4 140 ഇൻറ്റു 4 പ്ലസ് 17 ആണ് വരേണ്ടത് 569ലേക്ക്. ഓക്കെ, നോക്കിക്കേ, 569 ഇൻറ്റു 5 ആണ്. 2845 വരും. 2845 45 55 65 പ്ലസ് 19 വന്നു. അപ്പോൾ ഇൻറ്റു 5 പ്ലസ് 19 വന്നു. 138 ഇൻറ്റു 4 52 പ്ലസ് 17 വരും. 9 പ്ലസ് 9 ഓക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് നോക്കിക്കേ, 11 15 9 17 19. നമുക്കറിയാം ഇൻറ്റു 1 ഇത് കറക്റ്റാണ്. ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ആണ്. ബാക്കി നമ്പേഴ്സ് നോക്കിക്കേ, 19 17 ഓഡ് നമ്പേഴ്സ് വരും. 11 15 വന്നേക്കുന്നത്. 11 15 പ്രൈം നമ്പർ അല്ല. 11 വന്നു. 11 പ്രൈം നമ്പർ ആണ്. 17 പ്രൈം നമ്പർ ആണ് അല്ലേ. അപ്പോൾ എത്ര വരുമോ നോക്കിക്കേ, 11 13 ഓഡ് നമ്പേഴ്സ് 11 13 15 വരണ്ടേ. 14 ഇൻറ്റു 2 28 38 15 വന്നു. അപ്പോൾ അടുത്ത എത്ര വരണം നോക്കിക്കേ, പ്രൈം നമ്പർ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇൻറ്റു 2 14 ഇൻറ്റു 2 28 പ്ലസ് 11 അല്ലേ വരേണ്ടത്. 28 പ്ലസ് 13 വരണം അല്ലേ. ഇവിടെ പ്ലസ് 13 വരേണ്ടത്, 15 അല്ല, റോങ് ആണ്. 13 വരികയാണെങ്കിൽ 14 ഇൻറ്റു 2 28 38 41 വന്നേനെ. 41 വന്നേനെ. 41 ഇൻറ്റു 3 എത്രയാ, 123 123 9. ഓക്കെ, 123 9 വരില്ല. 123 എത്രയാണ് വരിക നോക്കിക്കേ, പ്ലസ് 13 അല്ലേ വരേണ്ടത്, പ്ലസ് 15. ഓക്കെ, 123 15 ഓഡ് നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റ്. പ്ലസ് 11 പ്രൈം നമ്പേഴ്സ് അല്ല, ഓഡ് നമ്പേഴ്സ് 11 15 17 19. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ആൻസർ, റോങ് നമ്പർ വരുന്നത് 43 അല്ലേ. 43 റോങ് നമ്പർ സി. ഓക്കെ, ഞാൻ പ്രൈം നമ്പേഴ്സ് അല്ല വരുന്നത്, ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. ഓക്കെ ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 72, 74, 84, 110, 160, 244, 364. ഓക്കെ, നമ്പേഴ്സ് 2 ഡിജിറ്റ് തുടങ്ങി 3 ഡിജിറ്റായി. ഡിഫറൻസിൽ സ്റ്റാർട്ട് ചെയ്യാം. വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ പോകാൻ നോക്കുന്നത്. ഡിഫറൻസ് നോക്കാം. 72 74 പ്ലസ് 2 ആണ്. 74 84 പ്ലസ് 10 ഡിഫറൻസ് ആണ്. 2 ആണ് 10 ആണ് അല്ലേ. 84 പ്ലസ് 16 ആണ് 100. 16 10 26 പ്ലസ് 26 ആണ്. പ്ലസ് 50 50 ആണ്. 40 44 അല്ലേ. മൊത്തം എത്ര കിട്ടും, 40 160 84. 84 വരിക, 40 44 84 ആണ്. 244 364 പ്ലസ്
340 120 കിട്ടും, പ്ലസ് 120 കിട്ടി. ഇതാണ് ഡിഫറൻസിൽ വരുന്നത്. 2, 10, 26, 50, 84, 120 ആണ്. ഓക്കെ, ഈ നമ്പേഴ്സിനെല്ലാം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ, സ്ക്വയേഴ്സ് പ്ലസ് 1 ആണ്. നമ്മളെപ്പോഴും പഠിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ലോജിക് അല്ലേ. ഒരു നമ്പർ എക്സിന് കൊടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 1, 2 സ്ക്വയർ പ്ലസ് 2 ആ ലോജിക്കിൽ പോകണം. ഇത് 1 സ്ക്വയർ പ്ലസ് 1 ആണ്, ഇത് 3 സ്ക്വയർ പ്ലസ് 1 ആണ്, ഇത് 5 സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്താണ്, നമ്പേഴ്സ് മാത്രമല്ല ഓഡ് നമ്പേഴ്സ് ആണ്. 5 സ്ക്വയർ പ്ലസ് 1 26 ആണ്, ഇത് 7 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ അടുത്ത് 9 സ്ക്വയർ പ്ലസ് 1 81 അല്ലേ വരേണ്ടത്, 81 അല്ല. അടുത്തത് എത്രയാണ്, 9 സ്ക്വയർ കഴിഞ്ഞ് 11 സ്ക്വയർ അല്ലേ, 11 സ്ക്വയർ പ്ലസ് 1 11 സ്ക്വയർ പ്ലസ് 1 121 ആണ്, അതുമല്ല. അപ്പോൾ രണ്ടും റോങ് ആണെങ്കിൽ എവിടേക്ക് കണക്ട് ചെയ്യുന്നത്, രണ്ടും കണക്ട് ചെയ്യുന്ന നമ്പർ എങ്ങോട്ടാണ്, 244ലാണ്. 244 is the wrong answer. So my option is option B is the correct answer. Clear? സ്ക്വയർ പ്ലസ് 1, ക്യൂബ് പ്ലസ് 1, ഓൾട്ടർനേറ്റ് നമ്പേഴ്സ്, സ്ക്വയേഴ്സിൻ്റെ കൂടെ പ്രൈം നമ്പേഴ്സ് വരിക, ക്യൂബ്സിൻ്റെ കൂടെ പ്രൈം നമ്പേഴ്സ് വരിക അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ വരിക, എല്ലാം സെയിം വരുന്നതാണ്. ഇവിടെ വന്നേക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന കൺസെപ്റ്റാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 225, 325. അപ്പോൾ നോക്കിക്കേ, ഇൻക്രീസ് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് അല്ലേ. 225 ഇൻക്രീസ് ആവുന്നു, പിന്നെ ഡിക്രീസ് ആവുന്നു, ഇൻക്രീസ് ആവുന്നു, ഡിക്രീസ് ആവുന്നു, ഇൻക്രീസ് ആവുന്നു, ഡിക്രീസ് ആവുന്നു. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ഇൻക്രീസും ഡിക്രീസും വരുന്നു, പ്ലസ് ഓർ മൈനസ് വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റൻ ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് ഒക്കെ വരുമ്പോൾ 225 പ്ലസ് 100 ആണ്. 325ഉം 245 ആണെങ്കിൽ 80, അപ്പോൾ 81 മൈനസ് 81. ഇപ്പം തന്നെ പലർക്കും ക്ലിക്കായി കാണും. 100ഉം 81 സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. 244ഉം 308ഉം 244ഉം 308ഉം 60 ആണെങ്കിൽ 40 അല്ലേ, 260 ആണെങ്കിൽ 40, സോറി ഇങ്ങോട്ടാണ് വരേണ്ടത് അല്ലേ, ഇത് മാറിപ്പോയി. 44, 4 ഡിഫറൻസ് ആണ്. 4, 6, 64 പ്ലസ് 64. ക്ലിയർ? പ്ലസ് 64 ആണ്. 8ഉം 56. ഓക്കെ, നെക്സ്റ്റ് വൺ 308, 259. 308 360 ആണെങ്കിൽ 48 ഒന്ന് വരുമ്പോൾ 49 മൈനസ് 49 മൈനസ് 49 മൈനസ് 49. അടുത്തെന്താ വരുന്നത്, 259ഉം 295ഉം 295 എത്ര കിട്ടും അപ്പോൾ 260 ആണെങ്കിൽ 35 36 പ്ലസ് 36. എല്ലാം കറക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലോ, കറക്റ്റ് ആൻസർ വരുന്നുണ്ടല്ലോ. ഇത് 10 സ്ക്വയർ ആണ്, ഇത് 9 സ്ക്വയർ ആണ്, പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ടെന്നുള്ളൂ. അഗെയിൻ പ്ലസ് 8 സ്ക്വയർ ആണ്, മൈനസ് 7 സ്ക്വയർ ആണ്, പ്ലസ് 6 സ്ക്വയർ ആണ്, മൈനസ് 5 സ്ക്വയർ വരണ്ടേ. 295 295ഉം 274ഉം 24 വരുന്നത്. ദിസ് ഇസ് റോങ് നമ്പർ. സോ 271 ഇസ് ദ റോങ് നമ്പർ സീരീസ്. ക്ലിയർ? റോങ് നമ്പർ സീരീസിലെ റോങ് നമ്പർ വരുന്നത് 271 ആണ്. ലാസ്റ്റ് വരെ അല്ല, എല്ലാ റൂൾസും ഒബേ ചെയ്യുന്നുണ്ട്. സ്ക്വയർ ഇതിൻ്റെ എല്ലാം കറക്റ്റാണ്. ഏറ്റവും ലാസ്റ്റ് മാത്രം 25 വരേണ്ട സ്ഥാനത്ത് 24 25 വരേണ്ട സ്ഥാനത്ത് 24 വരുന്നത്. സോ മൈ ആൻസർ ഈസ് 271. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ഡിജിറ്റ് നമ്പർ 3 ആവുന്നു. ഓക്കെ, 18, 10 കുറയുന്നു കൂടുന്നു അല്ലേ, ഇൻക്രീസ് ആവുന്നു ഡിക്രീസ് ആവുന്നു, ഇൻക്രീസ് ആവുന്നു ഡിക്രീസ് ആവുന്നു. ആ ലോജിക്കിലാണ് പോകുന്നത്. 18 10 ആയി, 10 12 ആയി അല്ലേ, പിന്നെ അങ്ങോട്ട് ഫുൾ ഇൻക്രീസ് ആണ്. അപ്പോൾ വേറെ എന്തോ ലോജിക്ക് വരുന്നുണ്ട്. 18 10 ഓക്കെ 18 10 ആയി മാറി. ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നു കണ്ടോ. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. 18 10 ഓക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 18 10 ആയി. 18ൻ്റെ പകുതി 9 അല്ലേ, അപ്പോൾ ഇൻറ്റു 0.5. 18ൻ്റെ പകുതി 9 ആണ്. 9 പ്ലസ് 1 ആണ് 10. 10 ഇൻറ്റു 1 10 പ്ലസ് 2. ഓക്കെ, ഇൻറ്റു 1 ഇൻറ്റു, അപ്പോൾ ഇൻറ്റു 2 വരണം അടുത്തത്. ഇൻറ്റു 2 അല്ല, ഇൻറ്റു 1.5. 12ൻ്റെ 1 എത്രയാണ്, 18. 18 പ്ലസ് 2 20. 20 ഇൻറ്റു 2 40 പ്ലസ് 6 വന്നു. ഓക്കെ, നമുക്കത് എഴുതി വെക്കാം. 46 ഇൻറ്റു 2.5 എത്രയാണ്, 46ഉം 23ഉം അല്ലേ, 9 69. 2.5 അല്ലടാ, സോറി മാറിപ്പോയി. 2.5 ആണേ. 46 ഇൻറ്റു 2.5 അപ്പോൾ എത്രയാണ്, 46ൻ്റെ ഇരട്ടി എത്രയാണ്, 46ൻ്റെ ഇരട്ടി 92 ആണ്. 92ഉം 23 5 ആടാ, 115 വരും. 115 പ്ലസ് 5 അല്ലേ, അപ്പോൾ ഇൻറ്റു 2.5 പ്ലസ് 5 ആണേ. അടുത്തോ ഇൻറ്റു 360 പ്ലസ് 6. ഓക്കെ, നോക്കട്ടെ. 1 2 ആണ്. ഓക്കെ, എത്ര വരുക,
ഇൻറ്റു 3 + 6 ഇൻറ്റു 0.11 ഡബിളാണ് വരുന്നത് അല്ലേ. ബാക്കി നോക്കി ഇൻറ്റു 1 + 2 ഇവിടെയും ഡബിൾ കിട്ടുന്നുണ്ട് 18. അപ്പോൾ അടുത്ത് എത്രയാണ് വരേണ്ടത്? ഇൻറ്റു 2 ഇൻറ്റു 4 + 2 ഇതെല്ലാം കറക്റ്റാണ്. ഇതിന് ഡബിളാണ്. അതായത് 0.5ൻ്റെ ശ്രദ്ധിക്കണേ, 0.5ന് ഡബിളാണ് 1, 1ന് ഡബിളാണ് 2, 3ന് ഡബിളാണ് 6, 2.5 ഡബിളാണ് 5. ഇപ്പോൾ 1.5 ഇവിടെ 3 വരണമായിരുന്നു, 2ൻ്റെത് 4 വരണമായിരുന്നു. രണ്ടും റോങ് ആണ്. രണ്ടും റോങ് ആണെങ്കിൽ രണ്ടും കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 20ലേക്കാണ്. മൈ ആൻസർ ഈസ് ഓപ്ഷൻ ഇ 20 അല്ലേ. രണ്ടും കണക്ട് ചെയ്യുന്നത് 20ലേക്കാണ്. റോങ് നമ്പർ 20 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. Next question, 6, 12, 24, 46, 74, 116, 172. സിംഗിൾ ഡിജിറ്റ് നമ്പർ 2 ഡിജിറ്റ് ആവുന്നു. 2 ഡിജിറ്റ് പതിയെ 3 ഡിജിറ്റ് ആവുന്നു. ഓക്കെ, ഡിഫറൻസ് നോക്കാം. ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷനോ ഡബിൾ ഡിഫറൻസ് ഒക്കെ വരാം. 6 ആണ്, 12 ആണ്, 24, 34, 44, 22 ആണ്, 46, 56, 66, 76, 30 അല്ല 28 ആണ് അല്ലേ. 46, 56, 66, 76 രണ്ട് കുറവാണ്. 74, 26ഉം 26ഉം 16, 26, 36, 42, 42 ആണ്. 116ഉം 72, 20 ആണെങ്കിൽ 52, 52 4, 56, 56 അല്ലേ. 6, 12, 22, 28, 42, 58. നോക്കിക്കേ നമ്പേഴ്സിൻ്റെ ഈ നമ്പേഴ്സ് സീരീസ് നമ്മൾ പഠിച്ചാണ് അല്ലേ. 2, 6, 12, 20 ഇങ്ങനെ പോകുന്ന സീരീസ് നമ്മൾ പഠിച്ചാണ്. അതായത് ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിളാണ്. എങ്ങനെയാണ് പഠിക്കുന്നത്? ഈ കാണുന്ന നമ്പേഴ്സ് ജസ്റ്റ് അറിഞ്ഞു വെക്കാൻ. നമ്പേഴ്സ് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയണേ. നമ്മളെല്ലാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്പേഴ്സുമായിട്ട് റിലേഷൻ എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്യണം. അത് പ്രൈം നമ്പേഴ്സോ നാച്ചുറൽ നമ്പേഴ്സോ മൾട്ടിപ്പിൾസോ സ്ക്വയേഴ്സോ ക്യൂബ്സോ എന്താണെങ്കിലും പവേഴ്സോ എന്താണെങ്കിലും നമ്മൾ ബിൽഡ് ചെയ്യണം. ഈ നമ്പേഴ്സ് കണ്ടാൽ നമുക്കറിയാം ഇത് 2 × 3 ആണ്, ഇത് 3 × 4 ആണ്. അപ്പോൾ അടുത്തത് എന്താ? 4 × 5 20 വരണം, 20 അല്ല. അടുത്തത് എന്താ? 5 × 6 30 വരണം, 30 അല്ല. 20 28 റോങ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, 6 × 7 42 കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, 7 × 8 കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടും റോങ് നമ്പേഴ്സ് ആണ്. രണ്ട് റോങ് നമ്പേഴ്സും കണക്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? രണ്ട് റോങ് നമ്പേഴ്സും കണക്ട് ചെയ്യുന്നത് 46ലേക്കാണ്. സോ മൈ റോങ് നമ്പർ ഈസ് 46. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ 46 ദ റോങ് നമ്പർ. ക്ലിയർ? ഓക്കെ, നമ്പേഴ്സ് ഫിബിനോഷി സീരീസ് വരുന്നുണ്ട്, ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നുണ്ട്, ഓൾട്ടർനേറ്റ് ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, ഓൾട്ടർനേറ്റ് സ്ക്വയേഴ്സിന് ഡിഫറൻസ് വരുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ഓരോ നമ്പേഴ്സിൽ എന്താണോ ക്വസ്റ്റ്യനിലെ ഓവറിട്ട ലോജിക്ക്, ആ ലോജിക്ക് തന്നെ നമ്മൾ നമ്പർ സീരീസിൽ പോകുന്നത് പോലെ തന്നെ റോങ് നമ്പർ സീരീസിൽ പോകണം. ക്ലിയർ? ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യണേ. കുറച്ച് ക്ലാസ് ഫാസ്റ്റായി പോകുന്നുണ്ടാവും, നോക്കണ്ട. സ്പീഡ് മാത്സ് ആണ്, സ്പീഡിൽ തന്നെ പോകണം. 241, 81, 27 വലിയ നമ്പറാണല്ലോ. 243 ആണ്, 81, 27, 54, 72, 120. ഡിഫറൻസ് പറ്റില്ല. മൾട്ടിപ്പിൾസ് നോക്കിക്കേ. 81, 240, 243 81 ആയി. 243/81, 81 × 3 അല്ലേ. അപ്പോൾ ശരിക്കും അവിടെ ഇൻറ്റു 1/3 അല്ലേ സംഭവിച്ചത്? ഇൻറ്റു 1/3 ആണ്. 81, 27 × 3 81. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഓക്കെ, ലോജിക്ക് കിട്ടി. 24 ആണ്. 3/3 പോകും അല്ലേ. അതായത് ഇൻറ്റു 1/3, ഇത് ഇൻറ്റു 1/3, ഇതും ഇൻറ്റു 1/3 കിട്ടി. 1/3 കിട്ടി. ഇവിടെ നോക്കിക്കേ, 27, 54 ആവുന്നു. അപ്പോൾ എത്ര വരും? ഇൻറ്റു 2 വരുന്നത്. അപ്പോൾ എന്തോ ലോജിക്ക് മാറ്റം വന്നു. 74, 54 ആയി. 74/50, 72/54, 72/54, 18, 36, 18 3s are 18, 4/3 ആണ്. അപ്പോൾ ഇൻറ്റു 4/3 ആണ്. 72ഉം 120ഉം 120/72, 24, 12 × 6 ആണ്. 5/3 അല്ലടാ, 3/5 അല്ലേ. സോറി കേട്ടോ, മാറിപ്പോയി. 120, 120/72 ആണ്. 24 × 5 ഇൻറ്റു 5/3 വന്നു. ഇൻറ്റു 5/3. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിക്കാണും. നോക്കിക്കേ, ഇൻറ്റു 1/3 ഇൻറ്റു 1/3 2 ആണ്. നോക്കിക്കേ, ഈ കാണുന്ന വാല്യൂസ് ഈ കളറൊന്ന് മാറ്റി പിടിക്കട്ടെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിപ്പോൾ. ഇങ്ങനെയാണെങ്കിൽ നോക്കി, ആദ്യം 1/3 ആണ്, നെക്സ്റ്റും 1/3 ആണ് അല്ലേ. ഇതെല്ലാം അതിൻ്റെ സൊല്യൂഷൻസ് ആണ്, നോക്കണ്ട. ഇൻറ്റു 1/3 നോക്കിക്കേ, 5/3, 4/3, ഇവിടെ വേണമെങ്കിൽ 3/3,
2/3 വന്നെങ്കിൽ നോക്കിക്കേ 80 × 2/3 എത്ര കിട്ടും? 27 2s കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടുമായിരുന്നു? ഇവിടെ 54 കിട്ടുമായിരുന്നു അല്ലേ? 54 കിട്ടുമായിരുന്നു. അടുത്ത 54 പോകേണ്ടത് 54 × 3/3 എത്രയാണ്? 1 ആണ്. 54 × 1 കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ റോങ് ആൻസർ ഏതാണ്? 23 ആണ്. സോ മൈ ആൻസർ ഈസ്, അതായത് എന്ത് ലോജിക്കിൽ പോകുന്നു? അത് എന്ത് ലോജിക്കിൽ പോകുന്നു? കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 1/3 2/3 3/3 3/3 പറഞ്ഞാൽ 1 ആണ് അല്ലേ? നെക്സ്റ്റ് 4/3 5/3 ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ല. മിഡിൽ നമ്പർ വരുന്നത് 27 ആണ്. സോ മൈ റോങ് ആൻസർ ഈസ് 27. ക്ലിയർ അല്ലേ? 54 അല്ല, 54 അവിടെ വന്നിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയേനെ. അപ്പോൾ അതിന് പകരം 27 ആണ്. സോ മൈ റോങ് നമ്പർ ഈസ് 27. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 71 138 209 283 363 444. 71 2 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റ് നമ്പർ ആവുന്നു. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള ചാൻസ് കുറവാണ്. 71 138 ഡിഫറൻസ് പോയി നോക്കാം. 71 138 70 + 70 ആണ് 140. അപ്പോൾ ഇവിടെ 67 -67 138 209 140 ആണെങ്കിൽ 69 2 71 പ്ലസ് ആണ്. ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ആണ്. മൈനസ് പ്ലസ്, അടുത്ത് മൈനസ് വരേണ്ടതാണല്ലോ അല്ലേ? ഇവിടെ പ്ലസ് തന്നെ ആണല്ലോ അല്ലേ? ശരിയാ. 209 282 82 - 9 72 + 1 73. ഓക്കെ, 67 71 73 മൂന്നും എന്താണ്? മൂന്നും പ്രൈം നമ്പേഴ്സാണ്. എങ്ങനെയാണെന്ന് ഉറപ്പില്ല, കണക്ട് ചെയ്ത് നോക്കാം. 283 363 282 382 372 362 80 1 81 81 പ്രൈം അല്ലല്ലോ. ഒന്നുകൂടി നോക്കാം. 363 444 363 484 363 463 453 440 വീണ്ടും 81 രണ്ടും പ്ലസ് 81 വന്നേക്കുന്നത്. ശരിക്കും നോക്കിക്കേ, ലോജിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് ആണെങ്കിൽ 67 71 73 ഇവിടെ 79 നെക്സ്റ്റ് പ്രൈം നമ്പർ ആണ്. ഇവിടെ 83 വന്നേനെ. 79 വരികയാണെങ്കിൽ എന്താണ്? 283 + 79 283 + 7 എത്രയാ? 282 382 362 363 വന്നേനെ. 361 വന്നേനെ. 361 വന്നേനെ. ചെക്ക് ചെയ്ത് നോക്കാം. 361 വന്നേനെ. 361 പ്ലസ് നോക്കിക്കേ, ഇവിടെ 281 + 79 369 വന്നു. 361 വന്നു, അതായത് പ്ലസ് ഇവിടെ എഴുതി വെക്കാം. പ്ലസ് 79 361 വന്നു. 361 പ്ലസ് നെക്സ്റ്റ് പ്രൈം നമ്പർ 83 എന്ത് വരുന്നുണ്ട്? 444 വരുന്നുണ്ട്. സോ ദ റോങ് നമ്പർ ഈസ് 363 രണ്ടും റോങ് ആണ്. ആൻസർ ഓപ്ഷൻ ബി 363 ഈസ് ദ റോങ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് റോങ് നമ്പർ സിസ്റ്റം നമ്മൾ അലൈൻ ചെയ്ത് കൊണ്ടുപോകും. ഒരു കൺസെപ്റ്റ് നമുക്ക് പകുതി ചെയ്യുമ്പോൾ കിട്ടിപ്പോൾ ഇന്ന രീതിയിലാണ് പോകുന്നത്. ഓഡ് നമ്പർ ആണോ, ഈവൻ നമ്പർ ആണോ, മൾട്ടിപ്പിൾ ആണോ, ഫിബിനോഷി ആണോ, ഫാക്ടോറിയൽ ആണോ, സ്ക്വയേഴ്സ് ആണോ, ക്യൂബ്സ് ആണോ, പ്രൈം നമ്പേഴ്സ്, ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? റോങ് നമ്പർ സീരീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 64 അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്ത് പ്രാക്ടീസ് എന്നല്ല പറഞ്ഞത്, സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഇതിന് താഴെ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക. 64 എല്ലാം 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 64 51 73 42 എല്ലാം നമ്പേഴ്സ് അങ്ങോട്ടൊന്ന് കയറി വരുന്നുണ്ട്. 64 താഴെ വരുന്നുണ്ട്, കയറി പോകുന്നുണ്ട് അല്ലേ? നോക്കി നമ്പേഴ്സ് നോക്കിക്കേ. 64 മൈനസ് വന്നു, പ്ലസ് വന്നു, മൈനസ് വന്നു, പ്ലസ്. അപ്പോൾ ഓൾട്ടർനേറ്റ്ലി പ്ലസ് ഓർ മൈനസ് വരും, അല്ലെങ്കിൽ ലൂപ്പിംഗ്, എന്താണ്, ജമ്പിങ് സീരീസ് ആയിരിക്കും. നോക്കുക. ആൻസർ എന്ത് ചെയ്യുക? താഴത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് വൃത്തിയായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുപോലത്തെ മറ്റ് സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ഈ സെഷൻ വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റോങ് നമ്പർ സീരീസ് മെയിനായിട്ട് നമുക്ക് ഒരു നമ്പർ സീരീസ്, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, റോങ് നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസിലെ ബുദ്ധിമുട്ട് എന്താണ്? റോങ് നമ്പർ സീരീസ്. അപ്പോൾ ഏറ്റവും ഈ 10-11 ക്വസ്റ്റൻസ് ഉണ്ടാവില്ലേ? ഈ ക്വസ്റ്റൻസിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ക്വസ്റ്റൻ ചെയ്യുക, ഒന്ന് ഹോംവർക്കായി ചെയ്ത് നോക്കുക, താഴത്തെ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റ് സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക, ഉഷാറായി പഠിക്കുക. എല്ലാ പ്രാക്ടീസും സെറ്റുകളെല്ലാം മോക്കുകളെല്ലാം ഉഷാറായി പോട്ടെ. താങ്ക് യു.